17 കേന്ദ്രങ്ങളാണ് ഇനിയും വരാനുള്ളത്. 17 കേന്ദ്രങ്ങൾ. ഇതിൽ ചില കേന്ദ്രങ്ങളിൽ മാത്രം വിജനമായ പ്രദേശങ്ങൾ ഉണ്ടാവും. കാര്യം അവിടെ ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്ന ചില കേന്ദ്രങ്ങളാണ്. അതുപോലെ സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഈ ജനങ്ങൾ വരാനുള്ളൊരു സാധ്യതയില്ല. അത്തരം സ്ഥലങ്ങളിൽ വളരെ വേഗതയിൽ വാഹനം കടന്നു പോകാനുള്ള സാധ്യതയാണ് ഇനിയുള്ളത്. കാര്യം വളരെയേറെ നേരം വൈകുന്നു. എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വവും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിൽ അപ്രതീക്ഷിതമായി പല സ്ഥലങ്ങളിലും VS-നെ ഒരു നോക്ക് കാണാൻ നിരവധി പേർ, ആയിരക്കണക്കിന് ആളുകളാണ് ഈ വീതികളിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചു നിൽക്കുന്നത്. അമ്മമാർ, സഹോദരിമാർ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ, കുരുന്നുകൾ പോലും. ഞാനൊരു പ്രത്യേക ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ ഈ പൊങ്ങമൂട് ആ ഭാഗത്ത് വെച്ച് ഒരു കൊച്ചൊരു കുരുന്ന് ഒരു സഹോദരൻ, അവനെ അമ്മ ഉയർത്തിയപ്പോൾ, VS-നെ കാണിക്കാനായി ഉയർത്തിയപ്പോൾ മുഷ്ടി ചുരുട്ടി അവൻ ആകാശത്തേക്ക് ഇങ്ങനെ മുഷ്ടി ചുരുട്ടുകയാണ്, അഭിവാദ്യം അർപ്പിക്കുകയാണ്. അപ്പോൾ അമ്മ പൊടുങ്ങനെ അത് വേണ്ട എന്ന് പറഞ്ഞ് കൈ താഴ്ത്താൻ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും ആ കുരുന്ന് അങ്ങനെ ചെയ്യുകയായിരുന്നു. അതൊക്കെ നമുക്ക് അതിനൊക്കെ വികാരപരമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതെല്ലാം കാണുമ്പോൾ എത്രമാത്രം ജനങ്ങളിൽ ആ വീടുകളിൽ അവർ സംസാരിക്കുന്നു VS-നെ കുറിച്ച്. ആ VS-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് കേട്ടിട്ടാണ് ആ ഒരു കുരുന്നിന് പോലും അങ്ങനെ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാവുന്നതും. അതനുസരിച്ച് ഇതുപോലെയുള്ള വികാര വായ്പകൾ, ആ പ്രകടനങ്ങളൊക്കെ ഒരു കുരുന്നിന്റെ ഭാഗത്ത് പോലും ഉണ്ടാകുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, ഒരു നോക്ക് കാണാൻ, അവസാനമായി യാത്രാമൊഴിയാകാൻ ജനങ്ങൾ നിൽക്കുകയാണ്. അതിലേറെയും യുവാക്കൾ, വിദ്യാർത്ഥിനികൾ. അതാണ് ഏറെ ആശ്ചര്യകരം. പ്രായവ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ പോലും അതിലേറെയും യുവത്വം ഇങ്ങനെ നിൽക്കുകയാണ്. ശരിയാണ് രാജ്കുമാർ. പ്രായവ്യത്യാസമില്ലാതെ, തലമുറ വ്യത്യാസമില്ലാതെ VS-നെ കേട്ടുമാത്രം കേട്ടിട്ടുള്ളൊരു തലമുറ, കേട്ടുമാത്രം അറിഞ്ഞിട്ടുള്ളൊരു തലമുറ അവിടെ ഇങ്ങനെ വന്ന് കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളോളം. ഇപ്പോൾ പാങ്ങപ്പാറ പിന്നിടുന്നു. അടുത്തത് കാര്യവട്ടമാണ്. കാര്യവട്ടത്തും ഒരുപാട് ആളുകൾ സമാനമായ രീതിയിൽ തന്നെ ഉണ്ടാകും. അല്പം വേഗത കൂട്ടിപ്പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം ആലപ്പുഴ വരെ എത്തേണ്ടതുണ്ട്. 9 മണിക്ക് ആലപ്പുഴയിൽ എത്തിച്ചേരുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിൽ 7 മണിക്കും ഇതാ കാര്യവട്ടത്ത് പോലും എത്തിയിട്ടില്ല. അതായത് തിരുവനന്തപുരം ജില്ല പോലും പിന്നിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് പുലർച്ചെ മാത്രം ആലപ്പുഴയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാകുകയാണ്. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടതുണ്ട്. ആലപ്പുഴ VS-നെ കാത്തിരിക്കുന്ന VS-ന്റെ മണ്ണാണ്. VS-നെ ഇന്നു കാണുന്ന VS അച്യുതാനന്ദനെ ഇന്നു കാണുന്ന VS ആക്കി തീർത്ത മണ്ണാണ്. അപ്പോൾ അവിടെയും പലയിടങ്ങളിൽ DC ഓഫീസിലടക്കം, ജില്ലാ കമ്മിറ്റി ഓഫീസിലടക്കം പൊതുദർശനമുണ്ട്. അവിടെയും ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. VS-ന്റെ വേലിക്കകത്തെ വീട്ടിൽ ഒരുപാട് ജനങ്ങൾ ഇതിനോടകം തന്നെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെയും ആ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണണം. അപ്പോൾ അതിനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ അല്പം കൂടി വേഗതയിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമം നടക്കുന്നുമുണ്ട്. സുജു, അത് എത്രമാത്രം വിജയിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് സുജു. കാരണം വഴിനീളെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവരെ മറികടന്നു പോകാൻ സാധിക്കില്ല. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അല്പം കൂടി വേഗതയിൽ പോകേണ്ടതുമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലേ? രാഷ്ട്രീയ സൂര്യനായി വിളങ്ങിയ സഖാവ് VS അച്യുതാനന്ദൻ പട്ടിണിയിൽ വളർന്ന് 2 മണിക്ക് ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച, ദർബാർ ഹാളിലെ പൊതുദർശനം പൂർത്തിയാക്കി അവിടെ നിന്നും ആരംഭിച്ച വിലാപയാത്രയാണ്. ആ വിലാപയാത്രയോടൊപ്പം 2 മണി മുതൽ തന്നെ നടക്കുന്ന മനുഷ്യരുമുണ്ട് ഈ കൂട്ടത്തിൽ. അതിനോടൊപ്പമാണ് റോഡിന് ഇരുവശവും കാത്തുനിന്ന പല ആളുകളും അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം മടങ്ങിപ്പോകാൻ സാധിക്കാതെ ആ വിലാപയാത്രയോടൊപ്പം സഞ്ചരിക്കുകയാണ്. അങ്ങനെ മനുഷ്യർ ചേർന്നൊരു വലിയ കടൽ സൃഷ്ടിക്കുകയാണ്. ആ കടലാകുന്ന മനുഷ്യർ, ആ കടലിരമ്പത്തിന് ഒരൊറ്റ വികാരമാണ് VS ആണ്. ആ കടലിരമ്പത്തിൽ നമ്മൾ കേൾക്കുന്നത് ഒറ്റ വാചകമാണ്. അത് കണ്ണേ കരളെ VS-എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്നുള്ളത് കൂടിയാണ്. വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാത
പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. സഖാവേ സഹോദര നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ. വിലാപയാത്ര കാര്യവട്ടത്തേക്ക് അടുക്കുകയാണ്. റോഡിന് ഇരുവശവും ആളുകളെ കാണാം. ഒപ്പം തന്നെ ചില നേതാക്കൾ, ഇതാ MP നികേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ആ വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹം നടന്നു വരുന്നത് നമുക്ക് കാണാം. ആ വാഹനത്തിനുള്ളിലും ചില നേതാക്കളുണ്ട്. ആ വാഹനത്തിന് പിന്നിലായി മുതിർന്ന നേതാക്കളൊക്കെയും ആ വിലാപയാത്രയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളുടെ സ്നേഹവും ഹൃദയാഭിവാദ്യങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി ആ വിലാപയാത്ര മുന്നോട്ട് പോകുന്നു. അല്പം വേഗതയിൽ കടന്നു പോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ആലപ്പുഴയിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അവിടെ കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. ഇനി അടുത്ത കേന്ദ്രം കാര്യവട്ടമാണ്. കാര്യവട്ടത്തേക്ക് എത്തുകയാണ്. ഇതാ നമ്മൾ വീണ്ടും കാണുന്നു സമാനമായ കാഴ്ചകൾ. വലിയ ജനക്കൂട്ടം നേതാവിനെ ഏറ്റുവാങ്ങാൻ, കാണാൻ കാത്തിരിക്കും. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. അഴിമതിമതം പൂണ്ടൊരൈരാവതങ്ങളെ അടിപെടുത്താനിതൊരു തുടലായി. അധികാര സാമ്രാജ്യ സിംഹാസനങ്ങൾക്ക് പിറകൊള്ളുവാൻ ചൂണ്ടുവിരലായി. വിടരാൻ സുഗന്ധം പരത്താൻ തുടിക്കുന്ന വികസന പൂവിന്റെ മധുവായി. അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന ചെങ്കൊടിയായി. ബറഹോളിന് മുന്നിൽ നിന്നും 2 മണിക്ക് ആരംഭിച്ച വിലാപയാത്ര 5 മണിക്കൂർ കൊണ്ട് പിന്നിട്ടത് ഏകദേശം 10-15 കിലോമീറ്റർ ദൂരം മാത്രമാണ്. കാര്യവട്ടം കടന്നിട്ടുണ്ട്. ഇപ്പോൾ മുതൽ മാത്രമാണ് അല്പമെങ്കിലും വേഗത്തിൽ കടന്നു പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. കാരണം ആലപ്പുഴയിലേക്ക് എത്തേണ്ടതുണ്ട്. അവിടെ കാത്തു നിൽക്കുന്ന ജനങ്ങളുണ്ട്. VSന്റെ സ്വന്തം മണ്ണ കൂടിയാണ് അത്. കഴക്കൂട്ടമാണ് അടുത്ത കേന്ദ്രം. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇരുട്ട് പടർന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ റോഡിന് ഇരുവശവും കാത്തു നിൽക്കുന്നത്. ഈ പോകുന്ന വഴികളിലൊക്കെയും ആളുകൾ ഇങ്ങനെ 2 സൈഡിലും കാത്തു നിൽക്കുന്നത്, അക്ഷമയോടെ മണിക്കൂറുകളോളം കാത്തിരിക്കുന്നതൊക്കെയും നമുക്ക് കാണാം. കാര്യവട്ടത്ത് അല്പസമയം മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഇനി കഴക്കൂട്ടത്തേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇനി അങ്ങോട്ടുള്ള പല മേഖലകളിലും, കഴക്കൂട്ടം കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ വഴിയാണ് പോകുന്നതെന്ന് നമുക്കറിയാം. പല മേഖലകളും ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായുള്ള പണികളൊക്കെ നടക്കുന്ന സ്ഥലം കൂടിയാണ്. അതാണ് അല്പം മുമ്പ് രാജ്കുമാർ സൂചിപ്പിച്ചത്. ചില പോയിന്റുകൾ അവിടെയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും ആളുകൾക്ക് വന്ന് നിന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, സൗകര്യമുണ്ടാകില്ല. കാരണം രാത്രിയൊക്കെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നത്. അപ്പോൾ അത്തരം ചില പ്രതികൂല സാഹചര്യങ്ങൾ കൂടി ഈ കാണാനായി കാത്തു നിൽക്കുന്ന മനുഷ്യർക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ടി വരാം. എന്തായാലും കാര്യവട്ടം മുതൽ അല്പം വേഗത്തിൽ വിലാപയാത്ര കടന്നു പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി കഴക്കൂട്ടത്തേക്കാണ് എത്തുന്നത്. അതിനുശേഷം വെട്ടറോഡ് ഉൾപ്പെടെ, വെട്ടറോഡ് കണിയാപുരം തുടങ്ങി കടമ്പാട്ടുകോണം വരെയുള്ള ഒരുപാട് മേഖലകൾ തിരുവനന്തപുരം ജില്ലയിൽ ഇനിയും VSനെ കാത്തിരിക്കുകയാണ്.